അഭിലാഷ് ഇന്ന് കുറെ കോമഡി സിനിമ കണ്ടിട്ട് വലിയ ആവേശത്തിൽ വന്നിരിക്കുകയാണ്. കോമഡി സിനിമകളൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി സാർ. ആൾക്കാർ ഈ മൂവി ചാനലിൽ റേറ്റിംഗ് കുറയാണ്. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ എവിടെ കിട്ടും? ഷാജി പറഞ്ഞ PMശ്രീ ഏതെന്നറിയോ? മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PMശ്രീയെ കുറിച്ചാണ്. ശരി, മറുക ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PMശ്രീ, ഇത് വേറെ PMശ്രീ. അങ്ങനെ ഇപ്പൊ ഇത്രയും പറഞ്ഞത് അന്ന് ഉൾപ്പെട്ട PMശ്രീ നടപ്പാക്കിയാ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നടപ്പാക്കുന്നത് വേറെ PMശ്രീയാ? ആ PMശ്രീ അല്ലേ? സിലബസോ പാഠപുസ്തകമോ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സ്കൂളുകൾ ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ളതല്ലേ? ഇപ്പൊ ശിവൻകുട്ടിയുടെ കാലത്ത് സ്കൂളുകൾ നരേന്ദ്രമോദി തീരുമാനിക്കുമായിരുന്നോ? പാഠപുസ്തകം നരേന്ദ്രമോദി ഒന്ന് എഴുതുമായിരുന്നോ? അഭിലാഷ് ഇന്ന് കുറെ കോമഡി സിനിമ കണ്ടിട്ട് വലിയ ആവേശത്തിൽ വന്നിരിക്കുകയാണ്. കോമഡി സിനിമകളൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി സാർ. ആൾക്കാർ ഈ മൂവി ചാനലിൽ റേറ്റിംഗ് കുറയാണ്. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ എവിടെ കിട്ടും? നിങ്ങൾ എന്നെ പറയാ, ഒരു മിനിറ്റെങ്കിലും എനിക്കൊന്ന് സമയം തരണ്ടേ? അതായത് ആർഷോ ഇരിക്കുന്നത്, ആർഷോക്ക് അതിന്റെ ഒരു ഇവിടുന്ന് ന്യായീകരിക്കാനും നാണം ആർഷോയുടെ മുഖത്തുണ്ട്. കാരണം ആർഷോ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനാ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFI എതിരായിരുന്നു, KSU എതിരായിരുന്നു, MSF എതിരായിരുന്നു, പിന്നെ AISF എതിരായിരുന്നു. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് CPIയോട് പോലും ചോദിക്കാതെ പിന്നെ ദുരൂഹമായി സ്വകാര്യമായി പോയി തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ട് വന്നു. നിങ്ങൾ നോക്കുക, 16-ാം തീയതി ഒപ്പിട്ട MOU 17-ാം തീയതി ചിന്താവാരികയിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടിയുടെ ഒരു വീഡിയോ സന്ദേശം ഞാനിപ്പോൾ അഭിലാഷ് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് തുറന്ന് കാണണം. PMശ്രീ ഒപ്പിട്ടതിന്റെ നഷ്ടം ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദീർഘമായി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് PMശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതിലെ ഞങ്ങൾ എന്താണോ ആരോപിച്ചിരുന്നത് ആ ആരോപണം പരിശോധിച്ച് അത് നടപ്പിലാക്കാതെ കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമായി നടപ്പിലാക്കുമെന്നാണ് നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങൾ PMശ്രീ എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതി, അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നിർബന്ധമായ സാഹചര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപാട് ഉന്നത മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഞങ്ങൾ ഇടുമ്പോൾ മാത്രം സ്റ്റാൻഡാണ്. എവിടെയാണ് ഞങ്ങൾ നിലപാട് നടപ്പാക്കുമ്പോൾ അത് നിർബന്ധം. ആദ്യം സ്വന്തം നിലപാടെ ഉറച്ചിക്കാൻ പഠിക്കും. അല്ല, അന്നും ഇന്നും ഒരേ വാചകമാണ്, ഒരേ വാദമാണ്. നിങ്ങൾ അഭിലാഷ് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരേ വാദമാണ്, പ്രവൃത്തി മാത്രമാണ്. അതൊന്നും അഭിലാഷ് പറഞ്ഞാട്ടെ. അല്ല അഭിലാഷ് ഇന്ന് ഇൻട്ര മുതൽ ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. ഞാൻ ന്യായീകരിക്കണ്ട, ഞങ്ങൾ അന്ന് പറഞ്ഞതും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സ്നേഹമുണ്ട് രണ്ടുപേരോട്. ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. ഐ ഡു എഗ്രി. അല്ലല്ല, നിങ്ങൾ ഞാനിവിടെ ഇരിക്കുന്നത് കണ്ടോ, നല്ല ചിരിച്ച് പ്രസന്ന ഇരിക്കുന്നതുകൊണ്ടറിയോ നിങ്ങളോടും മലയാളികളോടും ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയും. ആ അന്ന് വിമർശിച്ചതും ഇന്ന് പറയുന്നത് ഒരേ കാര്യമാണ്. PMശ്രീ എന്ന പദ്ധതിയുടെ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളീയ വിദ്യാഭ്യാസത്തിന് പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട നിർബന്ധിത സാഹചര്യമുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കെണിയിൽ കേരളത്തെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഒറ്റ ചോദ്യം. താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ യോജിക്കുകയാണ്. ഏത് മന്ത്രിസഭയെ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട MOU ആണ്. മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ല, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അറിഞ്ഞില്ല, മറ്റ് ഘടകകക്ഷി അറിഞ്ഞില്ല, മന്ത്രിമാരും അറിഞ്ഞില്ല. അതാണല്ലോ പ്രശ്നം. താങ്കൾ ശരിയായി ചൂണ്ടിക്കാണിച്ചു. അതൊരു ശരിയായ വിമർശനവുമാണ്. അങ്ങനെ മന്ത്രിസഭ പോലും അറിയാതെ ഒരു വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട MOU അത് ഞങ്ങൾ നടപ്പാക്കിയേ തീരുവെന്ന നിർബന്ധ ബുദ്ധി എന്താ? അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു ഡ്യൂ പ്രോസസ്സ് നടക്കാതെ വന്ന MOU ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ വില വെക്കുന്നില്ല എന്നൊരു നിലപാടെടുക്കാനോ പറ്റുമോ? അല്ല അഭിലാഷ്, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ കുറിച്ച് എന്നേക്കാൾ ബോധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല ഞാൻ പറയട്ടെ, പ്ലീസ് പറയട്ടെ. ഇപ്പോ നേരത്തെ ആർഷോ തന്നെ പറഞ്ഞു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന്റെ ഫലമായി ഒപ്പുവെക്കേണ്ടി വന്നു. അതായത് കേന്ദ്ര സർക്കാർ പല വിഷയത്തിലും കേരളത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. വെറുതെ ചിരിപ്പിക്കരുത്. പല തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടായിട്ടാണ് അന്ന് അവരൊപ്പുവെച്ചത്. ഇപ്പൊ അവർ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. എന്നിട്ട് അഭിലാഷ്, എനിക്ക് മനസ്സിലാവണില്ല അഭിലാഷിന് ഇതിന് എന്താ പ്രശ്നം എന്നുള്ളത്. ഇതിൽ ഞങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം കാവ്യവൽക്കരണം, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ പിന്നെ പാഠപുസ്തകങ്ങൾ, അതുപോലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലെ പ്രശ്നം. ഇത് അന്ന് തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങളുടെ പറയരുത്. അന്ന് ഇല്ലാത്ത കാര്യമായിരുന്നോ? അപ്പോ ഈ
പാഠപുസ്തകങ്ങളിൽ ഇടപെടും, കാവ്യവൽക്കരിക്കും എന്നൊക്കെയുള്ള ഒരു ഫോൾസ് നറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഫോൾസ് നറേറ്റീവ് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവാൻ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഓണസ്റ്റായി സമ്മതിച്ചാൽ മതി എന്നാ പിന്നെ പ്രശ്നം തീർന്നു. അങ്ങനെയാണോ? അല്ലന്നേ, അല്ലല്ല, എന്തിനാ സമയക്കേണ്ട കാര്യം? CPI അറിഞ്ഞ ശേഷം നവംബർ ഇവര് വേറെ ഇത് പിന്നെ അല്ലല്ല പറയട്ടെ, CPI-ക്കാരാണ് പറയുന്നത് ഇത് ഈ രീതിയിൽ ആക്ഷേപമുണ്ടെന്ന്. ഒരു മുന്നണിയുടെ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുമ്പോ ഞങ്ങളത് വിശ്വസിക്കൂലേ? CPI പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആശങ്ക പങ്കുവെച്ചു. നിങ്ങൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ നെഗോഷിയേഷൻ നടത്തി, നിങ്ങൾ ആ നടത്തിയതിന് ശേഷം നടപ്പിലാക്കി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അന്ന് പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ ഫണ്ട് വേണമെങ്കിൽ അത് നേടേണ്ടത് നിയമപരമായാണ്. ഈ 1000 കോടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം പണയം വെക്കാൻ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചതാണെന്നേ ഞാൻ കേട്ടതല്ലേ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്നും അതേ സ്റ്റാൻഡാണ്. ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് മതേതരത്വം കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു PMC കേരളത്തിൽ നടപ്പിലാവില്ലെന്നേ, ഒരിക്കലും നടപ്പിലാവില്ല. അപ്പൊ ഓക്കെ പോട്ടെ, PMC നടപ്പാവുമോ ഇല്ലയോ എനിക്കറിയില്ല. അല്ല അതിന്ന് പിന്നെ അടുത്ത ദിവസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു അടുത്ത ബുധനാഴ്ച ഇതിന്റെ മന്ത്രിസഭ ഉപസമിതി ചേരാതിരിക്കുകയാണ്. അവർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. UDF പറഞ്ഞില്ലേ? UDF അല്ലേ വാർത്താ സമ്മേളനം നടത്തി? UDF യോഗം ചേർന്നിട്ടല്ലേ അടൂർ പ്രകാശ് പറഞ്ഞത്? അല്ല UDF-ന്റെ സ്റ്റാൻഡ് UDF-ന്റെ കൺവീനർ പറഞ്ഞ അത് തന്നെയാണെങ്കിൽ സംശയം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞല്ലോ. നമ്മൾ അടുത്ത ആഴ്ച മന്ത്രിസഭ ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? UDF പറഞ്ഞു, തീരുമാനിച്ചു, PMC നടപ്പാക്കാണ്. കൺവീനർ പറയുന്നുണ്ട് PMC. അതെ, ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാവണം. അത് ശരിയാ അല്ലേ? നേരത്തെ ഇന്ന് മാത്രം ഈ വാർത്ത കേൾക്കുന്ന ആളുകളല്ല മലയാളികൾ. ഇതിനു മുമ്പ് ശിവൻകുട്ടി പറഞ്ഞതും മാറ്റി പറഞ്ഞതും SFI-ക്കാർ പറഞ്ഞതും മാറ്റി പറഞ്ഞതും ന്യായീകരിച്ചൊക്കെ ഞങ്ങൾ അന്ന് ഇന്ന് ഒരേ സ്റ്റാൻഡാണ്, മാറുന്നില്ല. നിനക്ക് എത്ര തന്തയുണ്ടാ? അഭിലാഷ് വലിയ സന്തോഷത്തിൽ വന്നിരുന്ന് സിനിമയുടെ കോമഡി കഥകൾ പറഞ്ഞ് ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. സാധാരണ ഇങ്ങനെയല്ലല്ലോ, ഞാൻ ഇരിക്കണ നോക്ക്. നമുക്ക് അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയും അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്, മാറ്റില്ല. ഞാനതുകൊണ്ട് അങ്ങനെ നമുക്ക് ആളുകളെ ശരി, അന്ന് ഇന്ന് ഒരേ സ്റ്റാൻഡാണ്. KM ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. ഇപ്പം അവസാനമായി ചർച്ചയ്ക്ക് വരുന്ന ആർക്കെങ്കിലും അത് അറിയാതെ ഉണ്ടെങ്കിൽ KM ഷാജി അന്ന് പറഞ്ഞൊന്നും കേൾക്കാം. അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകം ഒന്നും മലയാളി പഠിക്കണ്ട. PMC കരാർ വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കറെ? ഒരു മിനിറ്റ്, ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഒരു മിനിറ്റ്, അതായത് ഒരു മിനിറ്റ് അഭിലാഷേ, ഇപ്പൊ ഈ ഷാജിയുടെ പ്രസംഗം നിങ്ങൾ 10 തവണ കേൾപ്പിച്ചോ? കൃത്യമാണ്. RSS-ന്റെ കാവ്യവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അനുവദിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? പറഞ്ഞതാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടാണ് എന്റെ ചോദ്യം. അല്ലാതെ ഷാജി പറഞ്ഞ അല്ല, അതെ അല്ല, ഷാജി പറഞ്ഞ PMC ഏതെന്നറിയോ? മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PMC-യെ കുറിച്ചാണ്. ശരി, മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PMC, ഇത് വേറെ PMC, അങ്ങനെയാണോ? അല്ലെന്നേ, പിന്നെ ഷാജി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതായത് RSS-ന്റെ കാവ്യവൽക്കരണം ഇല്ലാത്ത ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം കേരളത്തിൽ PMC വഴി നടപ്പിലാക്കും. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ അതേ പറഞ്ഞു തോന്നുന്നു. അഭിലാഷിന് മനസ്സിലായിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവില്ലാത്ത എനിക്കും മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലായി, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. അതിന് മനസ്സിലാകാത്തതിന്റെ ഒന്നും എല്ലാവർക്കും മനസ്സിലായി. ഷാജി പറഞ്ഞ PMC ഏതാണ്? RSS-ഉം CPM തമ്മിൽ തലയിൽ മുണ്ടിട്ട് 10-ാം തീയതി അമിത്ഷായെ കണ്ട് ഡീലുണ്ടല്ലോ, കേസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഡീലാണ് എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് അന്ന് ഉൾപ്പെട്ട PMC നടപ്പാക്കിയാ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നടപ്പാക്കുന്ന വേറെ PMC-യാ? ആ PMC അല്ലേ?
എനിക്കറിയില്ല.